Realme Narzo 20 സീരീസിൽ 3 ഫോണുകളാണ് പുറത്തിറക്കിയത്. Realme Narzo 20 Pro, Realme Narzo 20, അതിനകത്ത് ചോട്ടാ ഭായി ആയിട്ടുള്ള Realme Narzo 20A. അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. റിയൽമി നാർസോ 20 എന്ന ഫോണിൻ്റെ ഡിസൈനുമായിട്ട് ഏകദേശം സെയിം ആണെന്ന് പറയേണ്ടി വരും. ഈ ഒരു ബാക്ക് ടെക്സ്ചർ എല്ലാം സെയിം. ഈ കാണുന്ന ഒരു ലൈറ്റ് ഫ്ലെയർ, ഒരു വി ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഫ്ലെയർ ആണ്. അത് ഈ റിയൽമി 20 സീരീസിൽ എല്ലാ ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഒരു വിക്ടറി സിമ്പിളായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ റിയൽമി നാർസോ 20യിൽ നിന്ന് 20Aയിലേക്ക് വരുമ്പോൾ 20യിൽ ഇവിടുത്തെ ക്യാമറ മൊഡ്യൂൾ ഒരു സ്ക്വയർ ഷേപ്പിലായിരുന്നു. പക്ഷേ ഇവിടെ പഴയ റിയൽമി ഫോണുകളുടെ ഒരു ക്യാമറ മൊഡ്യൂൾ സ്റ്റൈലിൽ തന്നെയാണ് തവണയും ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 3 ക്യാമറകൾ, ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ബാക്കിലായിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ ഇവിടെ നാർസോ എന്നും ഡിസൈൻ ബൈ റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഭാരം 195 ഗ്രാമാണ്. പക്ഷേ കുറച്ചൊരു ഭാരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഹാൻഡ് ഫീലൊക്കെ ഓക്കെയാണ്. കാരണം വീതി കുറഞ്ഞ് ഹൈറ്റ് കൂടിയ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ട് കൈക്കുള്ളിൽ ഇതുപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി നാർസോ 20A. വലത് സൈഡിൽ പവർ ബട്ടൺ, താഴെ 3.5mm ഓഡിയോ ജാക്ക്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, മൈക്രോ USB ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിൽ സിം ട്രേ, വോളിയം റോക്കേഴ്സ്. മുകളിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അതായത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഈ ഒരു ഫോണിലും നൽകിയിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിയൽമി നാർസോ 20യിൽ കണ്ട അതേ ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെയും ബാക്ക് സൈഡിന് നൽകിയിരിക്കുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. അത് റിയൽമിയുടെ മിക്ക ഫോണുകളിലും ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാത്രമേ വരാറുള്ളൂ. 10 വാട്ടിൻ്റെ ഒരു നോർമൽ ചാർജർ, ഫാസ്റ്റ് ചാർജർ അല്ല. ചാർജിങ്ങിനായിട്ട് മൈക്രോ USB കേബിൾ, ടൈപ്പ് C ചാർജർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇതിനകത്ത് ഫോണിൻ്റെ ബാക്ക് കേസ് ഈ ഒരു മോഡലിലും നൽകിയിട്ടില്ല. നേരത്തെ റിയൽമി പുറത്തിറക്കിയ റിയൽമി നാർസോ 20യിലും ഇത്തരത്തിൽ ബാക്ക് കേസ് നൽകിയിട്ടില്ലായിരുന്നു. പ്രൈസിങ് കുറയ്ക്കാനായിട്ടായിരിക്കും ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് നമുക്ക് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, അതായത് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൻ്റെ സിം ട്രേയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഫുൾ HD+ ഡിസ്പ്ലേ അല്ല. അതുപോലെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ മുകളിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഡിസ്പ്ലേക്ക് വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതിൻ്റെ ബെസലുകളെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന് ചുറ്റുമുള്ള 3 സൈഡിലുമുള്ള ബെസലുകൾ സാമാന്യം കനം കുറഞ്ഞ ബെസലുകൾ തന്നെയാണ്. എന്നാൽ താഴെ ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗം ഒരല്പം കട്ടിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10ൽ അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 1ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമി അവരുടെ ഏറ്റവും പുതിയ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 ആൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിൽ റിയൽമി UI 2 ഉടൻ തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷേ റിയൽമി UI 2ലേക്ക് അപ്ഡേറ്റ് വരുമ്പോൾ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് 11ലേക്ക് മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നും കുത്തി നിറച്ചിട്ടില്ല. എങ്കിലും റിയൽമിയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകൾ ഈ ഒരു ഫോണിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ അടുത്തിടെ ഇന്ത്യയിൽ ബാൻ ചെയ്ത ആപ്ലിക്കേഷനുകളൊന്നും തന്നെ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ കൂടാതെ പിന്നീട് അധികമായിട്ടുള്ളത് റിയൽമിയുടെ കുറച്ച് ആപ്ലിക്കേഷനുകൾ മാത്രമാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ഫിംഗർ പ്രിൻറ്റ്. ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഓഫാണ്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ വേക്കപ്പ് ചെയ്തു. ഞാൻ ഈ ഒരു ഫിംഗറിലാണ് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അൺലോക്ക്, അൺലോക്ക്, അൺലോക്ക്. കുഴപ്പമില്ലാത്ത ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്. സ്ക്രീൻ ഓഫ്, സ്ക്രീൻ വേക്കപ്പ്, യെസ്, യെസ്. ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൽ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിനകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിനകത്ത് ഡ്യുവൽ മോഡ് മ്യൂസിക് ഷെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. അത് റിയൽമി നാർസോ 20യിൽ നമ്മൾ കണ്ട ഒരു ഫീച്ചറാണ്. എന്താണ് ഡ്യുവൽ മോഡ് മ്യൂസിക് ഷെയർ എന്ന ഫീച്ചർ എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോണിനകത്ത് 3.5mm ഓഡിയോ ഹെഡ്സെറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാം.
അതേ സമയത്ത് ഈ ഫോണിൽ നിന്ന് തന്നെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണുമായി ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്ത് ആ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കും അതേ പാട്ട് തന്നെ കേൾക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം ഒരേ ഫോണിൽ നിന്ന് ഒരേ പാട്ടുകൾ 2 പേർക്ക് 3.5mm ഹെഡ്സെറ്റ് വഴിയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴിയും കേൾക്കാൻ സാധിക്കും. അത്തരമൊരു ഫീച്ചറാണ് ഡ്യുവൽ മോഡ് മ്യൂസിക് ഷെയർ. അത് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ വൈഫൈ അത് സിംഗിൾ ബാൻഡ് വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഫോണിനകത്ത് FM റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഓഡിയോ ക്വാളിറ്റി. ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി. ഫോണിൻ്റെ താഴെയാണ് സ്പീക്കർ ഗ്രില്ല്, മോണോ സ്പീക്കർ മാത്രം. ഫുൾ വോളിയം വെച്ച് നോക്കി സ്പീക്കറിൽ നിന്ന് കരകരപ്പോ വോളിയത്തിൽ ഡിസ്ട്രോഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. വോളിയം സാമാന്യ തിരക്കേടില്ലാത്ത വോളിയം തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ 720p റെസൊല്യൂഷൻ അഥവാ HD+ റെസൊല്യൂഷനാണ്. മാത്രമല്ല ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ പ്രൈസും കൂടെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഡിസ്പ്ലേ നോക്കി കാണാൻ. കുഴപ്പമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. മികച്ച കളർ റീപ്രൊഡക്ഷനും അതുപോലെ നല്ല കോൺട്രാസ്റ്റൊക്കെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. മറ്റ് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിൽ നിന്നും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഫീച്ചറുകളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, വിഷയങ്ങളില്ലാത്ത മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് പരിഗണിക്കാം. ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ 2 വ്യത്യസ്ത വേരിയൻറ്റുകളിൽ ലഭ്യമാണ്. 3GB RAM 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും അതുപോലെ 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. 6 സീരീസിലെ പ്രോസസ്സർ എന്ന് പറയുന്നത് സാമാന്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. ഒരു മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകും. അതുപോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും വിഷയങ്ങളൊന്നും വരില്ല. അത്തരം ഒരു പ്രോസസ്സറാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 665. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രോസസ്സർ കിട്ടുന്നത് വലിയ കാര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ ഫോണിനകത്ത് ബാക്ക് സൈഡിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാപിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയായിട്ട് ഒരു 2 മെഗാപിക്സലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ് നൽകിയിരിക്കുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലെയർ ചെയ്തുകൊണ്ടുള്ള പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ക്യാമറയായിട്ട് ഒരു 2 മെഗാപിക്സലിൻ്റെ റീട്രോ ലെൻസാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് ഫോണിൻ്റെ സെൽഫി ക്യാമറ. 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ചാർജിങ്ങിന് 10 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 10 വാട്ടിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഫാസ്റ്റ് ചാർജറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയും 5000 mAh എന്ന ഹ്യൂജ് ബാറ്ററി ചാർജ് ചെയ്യാൻ എങ്ങനെ പോയാലും എൻ്റെ ഒരു കണക്കിൽ 2-3 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിനകത്തൊരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കൂടി നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നും തോന്നുന്നു. മാത്രമല്ല ഈ ഒരു ഫോണിന് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുണ്ട്. 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഫോണിന് വേണമെങ്കിൽ ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് ഉപയോഗിക്കാമെന്ന് ചുരുക്കം. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ വേരിയൻറ്റുകളാണ്. 2 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. വിക്ടറി ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിലും അതുപോലെ ഗ്ലോറി സിൽവർ എന്ന് പറയുന്ന ഒരു കളറിലുമാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് ഗ്ലോറി സിൽവർ എന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന ഫോണാണ്. അടുത്തതായി എല്ലാവരും കാത്തിരിക്കുന്നത് ഫോണിൻ്റെ പ്രൈസ് ആയിരിക്കും. ഈ ഒരു ഫോൺ ആൾറെഡി ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പലർക്കും പ്രൈസിങ് അറിയാമായിരിക്കും. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 വേരിയൻറ്റിലാണ് ലഭിക്കുക. 3GB RAM 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 8499 രൂപയും. ഹയർ വേരിയൻറ്റ് 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 9499 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് 30-ാം തീയതി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അന്നേ ദിവസം നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈനായി ഈ ഒരു ഫോൺ വാങ്ങാവുന്നതാണ്. അപ്പോൾ റിയൽമി നാർസോ 20A എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം മലയാളത്തിൽ നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ stay safe.